ആക്ച്വലി യു ഷുഡ് നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ്. ഇപ്പോൾ പേഴ്സണാലിറ്റീസിൻ്റെ കാര്യം പറയുന്നത്, ഇവിടെ നമ്മൾ ചിത്രീകരിക്കുന്ന അദ്ദേഹം ഒരു ബഫൂണാണ്, ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതൊന്നും അല്ല കേട്ടോ. നോ ഹീസ് നോട്ട് അറ്റ് ഓൾ ലൈക്ക് ദാറ്റ് കേട്ടോ. അത് പേഴ്സണാലിറ്റീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1980 റൊണാൾഡ് റീഗൻ പ്രസിഡൻ്റ് ആവുന്ന സമയത്ത് ന്യൂയോർക്ക് ടൈംസിൽ ഒരു പേജ് ഒരു ആൾ, ഒരു ബിസിനസ് മാൻ ഫ്രം ന്യൂയോർക്ക് വിലക്കെടുത്തിട്ട് അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് എടുത്തിട്ട് അതിൽ ഓൺലി തീസിസ് ഇറ്റ് ഈസ് എ മെസ്സേജ് ഫോർ പ്രസിഡൻറ്റ് റീഗൻ. ഈ റഷ്യയെ ശത്രുതാ മനോഭാവത്തോടെ കാണേണ്ട ആവശ്യമില്ല, അവർക്ക് നമ്മളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ താല്പര്യമുള്ളവരാണ്, ബന്ധം സ്ഥാപിക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ശത്രുതാ മനോഭാവം വെച്ച് ഈ കോൾഡ് വാറും എന്നെല്ലാം പറഞ്ഞ് നടക്കുന്നതെന്നുള്ളത് എഴുതിയാരാണെന്നറിയാം? കക്ഷി ഡൊണാൾഡ് ട്രംപ്. $98,000 ഏതാണ്ട് $1,00,000 ആയിരുന്നു അന്നത്തെ ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ വില. ആലോചിച്ച് നോക്കും. 45 വർഷം മുമ്പ് ആകുമ്പോഴത്തേക്ക് ഈ മനുഷ്യന് 35-40 ഇടയിലുള്ള വയസ്സായിരുന്നു ഞാൻ കണക്കൂട്ടിയപ്പോൾ കേട്ടോ. 2015 ഇത് ഞാൻ കണ്ടു. അതിനുശേഷമാണ് ഇദ്ദേഹത്തെ, അപ്പോൾ ഇദ്ദേഹം സത്യം പറയുകയാണെങ്കിൽ ഇദ്ദേഹം പറയുന്ന ഈ ബിസാർ എന്ന് പറയുന്ന ആശ്രയങ്ങൾ ഇതുള്ള ഈ ഇറാനെക്കുറിച്ചും എല്ലാം പറയുന്നത്, ഇതൊക്കെ ക്രിസ്റ്റലൈസ് ചെയ്തിട്ടുള്ള ചിന്താഗതികളാണ്. അതിൻ്റെ അവസരങ്ങൾ കിട്ടുന്നതാണ്. അവർക്ക് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവർക്കറിയാൻ ചിലതിന് സമയം എത്തിയിട്ടുണ്ട്, നിമിത്തമുണ്ട്. ആ നിമിത്തം ഇല്ലെങ്കിൽ അവർ പ്രവർത്തിച്ചാൽ അത് നടക്കുകയില്ല. അങ്ങനെയുള്ളൊരിതാണ്. ഇപ്പോഴദ്ദേഹം പ്രവർത്തിക്കുകയാണ് അതിനായിട്ട്. ഈ ചിന്തകളെല്ലാം അതിൽ കാണുന്നുണ്ട്. അതിൽ അമേരിക്കയ്ക്ക് അവരുടെ ഒരു ലെഗസി ഉണ്ടല്ലോ, അവരുടെ ഒരു അഗ്രഷനും അവരുടെ ഡോമിനൻസിൻ്റെയും പിന്നെ ഈ ട്രംപിൻ്റെ ഒരു നിലപാടുകൾ, ഞാൻ പറഞ്ഞ ഈ മറ്റു കാര്യങ്ങൾ പരിഗണിക്കാതെയല്ല. അപ്പോൾ അത്തരം ഒരു ഇതിനകത്ത് അമേരിക്ക അത്ര പെട്ടെന്ന് ഒരു യൂണിപോളർ വേൾഡ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് നിന്ന് മാറും. നോട്ട് അറ്റ് ഓൾ ഓപ്റ്റിമിസ്റ്റിക് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഈ മനുഷ്യന് 3.5 വർഷമേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇനിയും ബൈഡൻ കണക്കുള്ള ഒരാളോട് വരികയാണെങ്കിൽ അത് വാട്ട് വി ഡു നോട്ട് റിയലൈസ് ഈസ് ഇതെല്ലാം ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന കണക്കാണ്. ഈ നിയോകോൺസ് എന്ന് പറയത്തില്ലേ, ഈ ലിബറൽ ഇതെല്ലാം പറയുന്നത്, ഒരു തരത്തിൽ ഐസനോവറിൻ്റെ സമയത്ത് തുടങ്ങിയതാണ്. ഐസനോവറിൻ്റെ ഫെയർവെൽ സ്പീച്ചിലാണ് ആദ്യമായിട്ടാണ് ഐസനോവർ ഈ പദം ഉപയോഗിക്കുന്നത്. മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പീച്ചാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു, ഫ്യൂച്ചറിൽ അമേരിക്കൻ ഡെമോക്രസിയുടെ ഏറ്റവും വലിയ ത്രെറ്റ് ഇതായിരിക്കും, ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന്. അവരുടെ ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയത്തില്ലേ, അതൊരു യാഥാർത്ഥ്യമാണ് സത്യത്തിൽ. അതായത് പെർമനൻ്റ് ആയിട്ടുള്ള ബ്യൂറോക്രാറ്റ്സ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, പിന്നെ ഈ ആംസ് ഡീലേഴ്സ്, അത് വിൽക്കുന്നവർ, ഇൻ്റലിജൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു പൊളിറ്റിക്കൽ കമ്പോണൻറ്റും ഉണ്ട്. അവരുടെ ഇലക്ഷൻ എന്ന് വെച്ചാൽ വളരെ എക്സ്പെൻസീവാണ്. അതിനെ ഫ്യൂവൽ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വാൾ സ്ട്രീറ്റിൽ ഉള്ള പ്രമാണിമാരാണ്. അതിൻ്റെ ഒരു ഘടകമാണ് ജൂയിഷ് ലോബി. ഇതൊക്കെ കൂടെയാണ് ഉള്ളത്. അപ്പം ക്ലാസിക്കലായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യന്, ക്ലാസിക്കൽ മോൾഡിലുള്ള ഒരു പൊളിറ്റീഷ്യന് ഇതിനെ വയലേറ്റ് ചെയ്താൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ട്രംപിനെതിരായിട്ട് കണ്ടോ, ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ്, ഐ റീഡ് ന്യൂയോർക്ക് ടൈംസ് എവരി ഡേ. ന്യൂയോർക്ക് ടൈംസിൽ അദ്ദേഹത്തിന് ഫേവറബിളായിട്ടൊരു പീസ് പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ കളിയാക്കുക, പരിഹസിക്കുന്ന ഒരു രീതിയിൽ, അദ്ദേഹത്തെ രൂക്ഷമായിട്ട് വിമർശിക്കുക, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റിയെ ചോദ്യം ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത് മുഴുവനും. CNN ഈസ് ഓൾസോ മോസ്റ്റ്ലി ലൈക്ക് ദാറ്റ്. അപ്പോൾ അതൊക്കെ മറ്റവരുടെ ആയിട്ട് ഈ നിയോകോൺ ലിബറൽ ഗ്ലോബലിസ്റ്റ് ആ ഒരു ആക്സിസിൽ ഉള്ളതാണ് ഈ സംഗതികൾ. ഇദ്ദേഹത്തിൻ്റെ കണക്കുള്ള ഇപ്പോൾ ഇദ്ദേഹം വലതുപക്ഷ ചിന്താഗതിക്കാരനാണോ എന്നുള്ളത് നമുക്ക് നല്ലോണം അറിയാമല്ലോ. പക്ഷേ സീ ദ കോalition he has built up. He has built up a coalition which is very contradictory. വർക്കിംഗ് ക്ലാസ് അതിൻ്റെ ഒരു ഭാഗമാണ്, മിഡിൽ ക്ലാസ്സും അതിൻ്റെ ഒരു ഭാഗമാണ്. അവർക്കൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഇദ്ദേഹം ഇത് ചെയ്തു. അപ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ റെയിൻബോ കോalition. അത് പ്രവർത്തിക്കണമെങ്കിൽ ഒരു ട്രംപ് തന്നെ വേണം. അതാണ് അതിലൊരു കാര്യം. ആൻഡ് 2004 തൊട്ട് 2017 വരെ അദ്ദേഹം അപ്രൻറ്റീസ് എന്നുള്ള റിയാലിറ്റി ഷോ നടത്തി. എന്താണെന്ന് വെച്ചിരുന്നാൽ ഓരോതിലും സെഗ്മെൻറ്റിലും ജയിക്കുന്ന കക്ഷിക്ക് അദ്ദേഹം $2.5 കൊടുക്കും. എന്നിട്ട് 1 വർഷം കൊടുക്കും. ആ മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻഡസ്ട്രിയും കൊടുക്കും. അത് നല്ല രീതിയിലെടുക്കാൻ ബിസിനസ്മെന് മാത്രമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അടുത്ത വർഷം വീണ്ടും അവർ അതിൽ വരും, ആ പ്രോഗ്രാമിൽ വരും, അതിൽ റിസൾട്ട് വെച്ചുകൊണ്ട് അങ്ങനത്തെ. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി എ ഫാന്റാസ്റ്റിക് സക്സസ് ഇൻ അമേരിക്ക.
അമേരിക്കയുടെ ഇതിൽ ദറ്റ് വിന്നിങ് സ്ട്രീക്ക് ഈസ് എ വെരി മെസ്മറൈസിങ് തോട്ട്. സൗദി അറേബ്യയിൽ ചെന്നിട്ട് ഇദ്ദേഹം ഈ അറ്റാക്കിൻ്റെ കാര്യം പറഞ്ഞിട്ട് നെതന്യാഹുവിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ച് വന്നിട്ട് ആ വീഡിയോ വളരെ പ്രൊഫൗണ്ടായിട്ടുള്ള ഒരു വീഡിയോ ആണത്, ആ ഫോക്സ് ന്യൂസിൻ്റെ. ഇത് പെട്ടെന്നൊന്ന് അറച്ച് നിന്നിട്ട് പറഞ്ഞു, നോ ഐ ഷുഡൻറ്റ് കോൾ ഇറ്റ് ആൻ അറ്റാക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് സ്വന്തമായിട്ട് തന്നെ പത്രക്കാരൊക്കെ പറയുകയാണ്, എന്നിട്ട് പറയുകയാണ്, ബിക്കോസ് വിത്ത് ദാറ്റ് വി സോൾവ് ദ ന്യൂക്ലിയർ ഇഷ്യൂ. മനസ്സിലായോ എന്താണെന്ന്? അതായത് ഇത് ഇന്ന് ബോംബിട്ട് കഴിഞ്ഞിരുന്നാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഓബ്ലിറ്ററേറ്റ് ചെയ്തെന്നല്ലേ പറഞ്ഞത്. ഇനി ഈ ന്യൂക്ലിയർ പ്രശ്നം ഇറാനും അദ്ദേഹത്തിന് നല്ലോണം അറിയാം, ഇത് ബോംബുണ്ടാക്കുന്ന ഒരു രാജ്യമല്ല, അവർക്ക് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അതിനെതിരായിട്ട് ഫത്വ ഉണ്ട്. അതുമാത്രമല്ല അവരുടെ മിസൈൽ കേപ്പബിലിറ്റി ഉണ്ട്, അവർക്ക് ഡിറ്ററൻറ്റ് കേപ്പബിലിറ്റി കിട്ടിക്കഴിഞ്ഞു. ഇനി ബോംബ് കൊണ്ടൊന്നും ചെയ്യാനില്ല, അത് ഷെൽഫിൽ വെച്ചേക്കാനേ ഉള്ളൂ. അതിനായിട്ട് ഇതിന് പണം മുടക്കാനൊന്നും ഇറാനിയൻസ് പോകാൻ പോകുന്നില്ല, അവർക്ക് പണവും ഇല്ല അത്ര കയ്യിൽ. അപ്പോൾ ഇത് ഇദ്ദേഹത്തിന് നല്ലോണം അറിയാവുന്നതാണ്. ഇവർ കിം ജോങ് ഉണ്ണിനെ കണക്കുള്ള ഒരാളുകളല്ല ഈ പേർഷ്യൻസ്. ദേ ആർ വെരി സട്ടിൽ, വളരെ ബുദ്ധിമാന്മാരാണ്. അപ്പോൾ ഇത് ട്രംപിന് നല്ലോണം അറിയാം, ഇവരത് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഇസ്രയേലീസ് ഇതിനെ കുത്തിപ്പൊക്കി കൊണ്ടുവരും കാലക്രമം, ഈ ഒരു ടൈം ആൻഡ് അഗൈൻ ന്യൂക്ലിയർ ഇഷ്യൂ അതൊന്നും പറഞ്ഞ് അവിടുത്തെ വലിയ ഇതുണ്ടാക്കുക, ഈ ടെൻഷൻ പെർപെച്വേറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു 25 വർഷമായിട്ടും ആരായിരുന്നു ചരിത്രം. അപ്പോൾ ഇദ്ദേഹം ഈ ഘട്ടത്തിൽ വന്നിട്ട് പറഞ്ഞതാണ്, ആക്ച്വലി വി ഹാവ് നോ ഇഷ്യൂ നൗ, ദാറ്റ് ഇഷ്യൂ ഈസ് സോൾവ്ഡ്. ആലോചിച്ച് നോക്കൂ. ചില ലേഖനങ്ങളിൽ എനിക്ക് വായിച്ചപ്പോൾ തോന്നിയതാണ്, ഈ അമേരിക്ക ഇപ്പം ഈ ഇസ്രായേലുമായി ഇറാനെ ആക്രമിച്ചു, അമേരിക്കയുടെ ബാക്കിംഗ് ഉണ്ടെന്ന് പറയുമ്പോഴും സാർ ഒരു പോയിന്റ് മുന്നോട്ട് വെച്ചിരുന്നത് അമേരിക്കയ്ക്ക് ഒരു റീകൺസിലിയേഷൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് അതിലുണ്ടായിരുന്നത്. ഈവൻ സാർ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഇറാനോഫേബിയ എന്ന് പറയുന്ന ഒരു സാധനം ഏകദേശം ഡീസൻറ്റ് ബറിയൽ ഇൻ വാഷിങ്ടൺ എന്നുള്ള അർത്ഥത്തിലും സാർ പറഞ്ഞിട്ടുണ്ട്. ഈ അത്തരത്തിൽ ഒരു ഇസ്ലാമിക് റെവല്യൂഷൻ അവിടെ ഉണ്ടായി, അവിടെ വേറൊരു തരം കൾച്ചറും അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുമുണ്ട്, എന്താണ് സംസ്കാരമൊക്കെ ഉണ്ട്. അമേരിക്കയ്ക്ക് ഇതിന് വേറൊരു താല്പര്യമുണ്ട്. അപ്പോൾ ഈ അമേരിക്ക എന്തുകൊണ്ടായിരിക്കും ഈ ഇറാൻ വിഷയത്തിൽ ഇത്തരം ഒരു റീകൺസിലിയേഷൻ എടുക്കുന്നു എന്ന് സാറിന് തോന്നുന്നു? ഞാൻ ഇന്നലെ അവനെ ഒന്ന് എഴുതുകയും ചെയ്തു. എൻ്റെ ഇതിൽ ഞാൻ വിപ്ലവത്തിൻ്റെ സമയം തൊട്ട് ഞാൻ ഈ വിഷയം മിനിസ്ട്രിയിൽ, ഞങ്ങളുടെ ഒരു ഡിവിഷനാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ. അപ്പോൾ ഞാൻ എൻ്റെ ഡൽഹിയിലുള്ള എല്ലാ അസൈൻമെൻറ്റ്സും 3-4 തവണ ഡൽഹിയിൽ വന്നിട്ടുള്ളപ്പോഴെല്ലാം യാദർച്ഛികമായിട്ടുണ്ടായതാണ്. കാഡർ പോളിസി കൊണ്ടൊന്നുമല്ല, അല്ല എൻ്റെ സ്പെഷ്യൽ ഏരിയ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. പക്ഷേ ഈ ഡിവിഷനിൽ വന്ന് ഞാൻ അകപ്പെട്ടു. അപ്പോൾ ആദ്യത്തെ ഇത് ഉണ്ടാകുന്നത് 79-ലാണ്. ഞാൻ മോസ്കോയിൽ നിന്ന് വരുമ്പോഴാണ് ആദ്യത്തെ ഇത് കഴിഞ്ഞിട്ട് വരുമ്പോൾ. ഒരു ബന്ധവുമില്ലാത്തൊരു വിഷയമായിരുന്നു, പക്ഷേ അതിൽ വന്നു. അപ്പോൾ ആ വിപ്ലവം നല്ലവണ്ണം ഇതായി. ആൻഡ് ഐ വർക്ക് ആക്ച്വലി വെരി സീരിയസ്ലി, ഐ ടേക്ക് മൈ ജോബ് വെരി സീരിയസ്ലി. അപ്പോൾ ആർക്കൈവൽ മെറ്റീരിയൽസ് മിനിസ്ട്രിയിൽ ഒരുപാട് ആർക്കൈവൽ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ഇറ്റ് ഷുഡ് ബി ഡീക്ലാസിഫൈഡ്, ഈ ആർക്കൈവൽ മെറ്റീരിയൽ. അന്ന് നമുക്കൊരു ഹിസ്റ്റോറിക്കൽ ഡിവിഷൻ ഉണ്ടായിരുന്നു, ഈ ഗോപാലിൻ്റെ പറയുന്നത്. അവർ സാധാരണ ഫോറിൻ സർവീസ് ഓഫീസേഴ്സ് നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്, അവരുടെ ഫയലിൽ നോക്കി അന്നത്തെ കാര്യങ്ങളും എല്ലാം ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇഫ് യു സ്പെൻഡ് സം ടൈം ആൻഡ് റീഡ് ദ ആർക്കൈവ്സ്, you get a fantastic awareness of the things. And I used to go to the historical division of പട്യാല ഹൗസിൽ, ഡൽഹിയിലാണ് അവർ അന്നത്തെ ആർക്കിയോളജി, നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഡിവിഷൻ, വെരി ഗുഡ് കളക്ഷൻ ഓഫ് ബുക്സ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ അങ്ങനെ വായനാശീലവും ഇതുമെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആ ഡിവിഷനിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം അക്കാഡമിക്സാണ് ശരിക്കും. ഓരോ ഫീൽഡിലും നല്ല സ്കോളർഷിപ്പുള്ള ആളുകളാണ്. സോ ഐ യൂസ് ടു സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം വിത്ത് ദം. അങ്ങനെ അവരുടെ ചിലരുടെ ഗൈഡൻസും ഒക്കെ എടുത്തിട്ടാണ് ഞാൻ ഇറാനെ വായിച്ചു തുടങ്ങിയത്. സോ ഇറാൻ്റെ ഒരു കാര്യമുള്ളത്, ബേസിക്കലി അവരുടെ ആര്യൻ റൂട്ട്സ് അറിയാമല്ലോ. ദേ ആർ വെരി റേഷ്യലി ആര്യൻ റൂട്ട്സ് ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് ദേ ഹാവ് എ ഫീലിംഗ് ദാറ്റ് ദേ ആർ എ ചോസൺ റേസ്, ദേ ആർ വെരി സ്പെഷ്യൽ. അപ്പോൾ എന്തോ കാരണങ്ങളാൽ ആയിട്ട് ഈ മുസ്ലിം മിഡിൽ ഈസ്റ്റിൽ ആവപ്പെട്ടു പോയതാണ് എന്നുള്ള രീതിയിലാണ്. ദേ ആർ നോട്ട് ഗ്രേറ്റ് ഫൈറ്റേഴ്സ്, ദേ ആർ പീപ്പിൾ ഹു ഹാവ് മാനേജ് ത്രൂ ദെയർ ബ്രെയിൻ, സർവൈവൽ. ചരിത്രത്തിൽ മിക്കവാറും ഉള്ളത്. അതിനിടയിൽ പിന്നെ വേറൊന്നുള്ളത് ഈ സെക്ടേറിയൻ ഡിവൈഡ് വന്നു, ഷിയൈറ്റ്സും ഒക്കെ ആയി. എന്നിരുന്നാലും ടു കട്ട് എ ലോങ് സ്റ്റോറി ഷോർട്ട്, അവിടുത്തെ ഈ ഇലീറ്റ്സും പൊതുവിലുള്ള ചിന്താഗതി അമേരിക്കയുമായിട്ട് വളരെ നല്ല ബന്ധം വേണമെന്നുള്ളതാണ്. പിന്നെ ഈ വിപ്ലവത്തിൻ്റെ സമയത്ത് തന്നെ നടക്കുന്നത് ഈ ഷായുടെ പോരായ്മകൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇത് വഴിതെറ്റിപ്പോയത്. എന്നിട്ട് അത് മാത്രമല്ല, ഈ ഖൊമൈനി അധികാരത്തിൽ വരുന്ന സമയത്ത് തന്നെയും CIA റിപ്പോർട്ട് പ്രസിഡൻറ്റിന് കൊടുത്തിരുന്നത്
നമ്മൾക്കിതിൽ വിഷമപ്പെടേണ്ട ആവശ്യമില്ല, ഇദ്ദേഹം നമ്മുടെ കക്ഷിയാണ്, അത് ആയിട്ട് ഡീൽ ചെയ്യാനായിട്ട് നമുക്കൊരു പ്രശ്നമില്ല. അദ്ദേഹം പാരീസിലായിരുന്നല്ലോ എക്സൈലിൽ. അപ്പോൾ ഇതൊരു മനസ്സിലാക്കൂ, ഇതാണ് ഒന്നാമത്തെ എൻ്റെ പശ്ചാത്തലം. പിന്നെ അതിനുശേഷം ഹോസ്റ്റേജ് ക്രൈസിസ് വന്നത് ഒരു വലിയൊരു വൂണ്ടായിരുന്നു അമേരിക്കയുടെ. ദർ ഈഗോ വാസ് പങ്ക്ചേർഡ്. 444 ദിവസമല്ലേ അവരിവിടെ വെച്ചിരുന്നത്. അമേരിക്ക ഇത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ്, ഇറ്റ്സ് എ സിയറിങ് എക്സ്പീരിയൻസ്. അപ്പോൾ അതിൻ്റെ ബാക്ക്ലോഗ് വന്നിട്ടുണ്ട്. അത് പിന്നെ ഏറ്റവും കൂടുതലുള്ളത് അമേരിക്കൻ കമ്പനീസിനും മറ്റും, ദേ ലുക്ക് അറ്റ് ഇറാൻ ആസ് ദ ലാസ്റ്റ് ഫ്രണ്ടിയർ. അത് ഗ്യാസ് റിസോഴ്സ് എടുക്കുകയാണെങ്കിൽ ലോകത്തിൽ റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിസോഴ്സ് ഉള്ള രാജ്യം. മിനറൽ റിസോഴ്സ് എടുക്കുകയാണെങ്കിൽ അക്രോസ് ദ ബോർഡ്, സ്റ്റാർട്ടിങ് ഫ്രം യുറേനിയം, ഗോൾഡ്, എവറിഥിങ് ഈസ് ദെയർ ഇൻ ദറ്റ് കൺട്രി. ഇഫ് നോട്ട് ഫോർ ദ സാങ്ഷൻസ് they would live much better than Saudi Arabia or Kuwait. അത്തരത്തിലുള്ള അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും നാഷണൽ ഇൻകം. അപ്പം അവർക്കൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സാങ്ഷൻസ് റിലീസ് ചെയ്യണമെന്നുള്ളതാണ്, സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കൂടെ എടുക്കുന്ന സമയത്ത് അവർക്ക് ഞാൻ കഴിഞ്ഞ എനിക്ക് ഒരുപാട് അവിടെ ബന്ധങ്ങളുണ്ട് ആളുകളുമായിട്ട്, അവിടുത്തെ എലീറ്റ്സുമായിട്ട്. ഞാനൊരു 25 തവണയെങ്കിലും അവിടെ പോയിട്ടുണ്ട് ആ രാജ്യത്ത്. അപ്പോൾ കഴിഞ്ഞ പ്രസിഡൻറ്റ് ഹെലികോപ്റ്ററിൽ അവിടുത്തെ മരിച്ചില്ലേ, എന്നിട്ടൊരു പുതിയ തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നു കഴിഞ്ഞ വർഷം ജൂൺ ജൂലൈയിൽ. അപ്പോൾ അവർ എന്നെ ക്ഷണിച്ചു ഒരു ഒബ്സർവറായിട്ട്, ഇൻ്റർനാഷണൽ ഒബ്സർവറായിട്ട് അവിടെ ചെല്ലാനായിട്ട്. സോ എവറി ഡേ ഐ ഹാഡ് ടു ഗിവ് കോമെൻട്രീസ് ഓൺ വാട്ട് ഐ ഒബ്സർവ് ദെയർ. ടെലിവിഷൻ ചാനൽസിലുമൊക്കെ എല്ലാ ദിവസവും അവർക്ക് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുമായിരുന്നു, ഞാൻ എന്താ ദിവസം ഒബ്സർവ് ചെയ്ത കാര്യങ്ങളും എല്ലാം ആയിട്ട്. വെരി ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ്. അപ്പോൾ പഴയ എലീറ്റ്സുമായിട്ട് പലരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. അവർ എല്ലാം പറഞ്ഞതിൽ നിന്നും എനിക്ക് ഞാനന്ന് മനസ്സിലാക്കിയത്, അവർ പൂർണ്ണമായിട്ടും അവർ വിശ്വസിച്ചിരിക്കുകയാണ് അമേരിക്കയുമായിട്ടൊരു ബന്ധമില്ലാതെ അവർക്കൊരു ഭാവിയില്ല എന്ന് ഇറാനിൽ. പിന്നെ അത് മാത്രമല്ല, രണ്ടാമത് ആ ഖാസിം സുലൈമാനി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കൊന്നതൊക്കെ ഓർക്കുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ വൈരാഗ്യ ബുദ്ധി ഉണ്ടായിരിക്കുമെന്നല്ലായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല. അവർക്ക് ട്രംപ് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ടേമാണ്, അദ്ദേഹത്തിൻ്റെ ചിന്താഗതി വേറൊരു രീതിയിലായിരിക്കും, അദ്ദേഹത്തിൻ്റെ ലെഗസി അദ്ദേഹം ഉണ്ടാക്കി തുടങ്ങും. അതൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹവുമായിട്ട് ഡീൽ ചെയ്യാൻ നമുക്ക് പറ്റും. ബൈഡൻ ആണെങ്കിൽ ധൈര്യമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. ഈ പ്രശ്നം അദ്ദേഹം ബാക്ക് ബർണറിൽ വെച്ചിരുന്നു, ഒട്ടും ശ്രദ്ധ കൊടുത്തില്ല. ട്രംപ് ഇത് കൈകാര്യം ചെയ്യും. അപ്പോഴതുകൊണ്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നടന്നത്, ഈ ഇസ്രയേൽ അവരുടെ ഒരു വലിയൊരു അസറ്റാണ്, അവിടുത്തെ സ്ട്രാറ്റജിക് അസറ്റാണ്. അവർ പണ്ട് കാലങ്ങളിൽ അവർ മാനേജ് ചെയ്തിരുന്നത് പശ്ചിമേഷ്യയിലെ പോളിസി, മെഡിറ്ററേനിയൻ സൈഡിൽ ഇസ്രയേൽ, ഗൾഫിൽ ഇറാൻ, ഷായുടെ സമയത്ത് ഈ രണ്ട് പിവറ്റ്സിനെയും വെച്ചുകൊണ്ടാണ് അമേരിക്ക മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ ബ്രിട്ടൻ്റെ ഒരു ചിന്താഗതിയായിരുന്നു ആ സമയത്തുള്ള. ബ്രിട്ടനാണല്ലോ ഇസ്രയേലിനെയും ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഇറാൻ കൈവിട്ടുപോയി. അത് പോയതിന് ശേഷമാണ് അവിടുത്തെ അവരുടെ സ്വാധീനം ക്രമേണ കുറഞ്ഞു തുടങ്ങുന്നത് ഈ പശ്ചിമേഷ്യയിൽ. അപ്പോൾ ഇറാനുമായിട്ടൊരു നല്ല ബന്ധം, ഇപ്പം ഞാൻ ഈ ചൈനയുമായിട്ടൊരു നല്ല ബന്ധം ഇന്ത്യക്ക് വരികയാണെങ്കിൽ അതിൽ നമുക്ക് പ്രയോജനപ്പെടുത്താമെന്നുള്ള ആ രീതിയിലുള്ള ഒരു ചിന്താഗതി എല്ലാ സമയത്തും അമേരിക്കയിലുണ്ടായിരുന്നു.